കടയിൽ ഫെറേറ്റോ റോച്ചറിന് നിങ്ങൾ വലിയ വില കൊടുക്കാറുണ്ട്. എന്നാൽ ഇത് കുറച്ച് ലളിതമായ ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാലോ? വിലയുടെ ഒരു ചെറിയ ഭാഗത്തിന് നിങ്ങളുടെ സ്വന്തം അടുക്കളയിൽ തന്നെ ഇതുണ്ടാക്കാം. ഇന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഫെറേറ്റോ റോച്ചറിനുള്ള എന്റെ പ്രിയപ്പെട്ട പാചകക്കുറിപ്പ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നു. അത് തികച്ചും അവിശ്വസനീയമാണ്. എന്നെ വിശ്വസിക്കൂ, ഒരിക്കൽ നിങ്ങൾ ഇത് പരീക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾ ഒരിക്കലും സ്റ്റോറിൽ നിന്ന് ഇത് വാങ്ങില്ല. ഹായ് സുഹൃത്തുക്കളെ, വീണ്ടും സ്വാഗതം. നിങ്ങൾ ഇവിടെ പുതിയ ആളാണെങ്കിൽ എന്റെ പാചകക്കുറിപ്പുകളൊന്നും നഷ്ടപ്പെടുത്താതിരിക്കാൻ ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ബെൽ അമർത്തുന്നത് ഉറപ്പാക്കുക. ഇന്ന് നമ്മൾ ഫെറേറ്റോ റോച്ചർ ഉണ്ടാക്കുകയാണ്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഐക്കണിക് ചോക്ലേറ്റ് ഹാസൽനട്ട് ട്രീറ്റുകൾ. ഏറ്റവും മികച്ച ഭാഗം, ഈ പാചകക്കുറിപ്പ് വേഗത്തിലുള്ളതും എളുപ്പമുള്ളതും ചെറുക്കാൻ അസാധ്യവുമാണ്. ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തട്ടെ. നിങ്ങൾക്ക് ബട്ടർ കുക്കികൾ, വറുത്ത നിലക്കടല, കൊക്കോ പൊടി, ന്യൂട്ടല്ല, മിൽക്ക് ചോക്ലേറ്റ്, അത്രമാത്രം. ലളിതമായ ചേരുവകൾ, അവിശ്വസനീയമായ ഫലങ്ങൾ. നമുക്ക് തുടങ്ങാം. നിങ്ങളുടെ പൊടി പ്രോസസറിലേക്ക് ഒരു പാക്കറ്റ് ബട്ടർ കുക്കികൾ ചേർക്കുക. അടുത്തതായി ഏകദേശം 120 ഗ്രാം വറുത്ത നിലക്കടല ചേർക്കുക. നേർത്തതും പൊടിഞ്ഞതുമായ മിശ്രിതം ലഭിക്കുന്നതുവരെ 2 മിനിറ്റ് മൂടിവെച്ച് ഇളക്കുക. ഇത് വളരെ എളുപ്പമാണ്. പെർഫെക്റ്റ്. ഇപ്പോൾ എല്ലാം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക. 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർക്കുക. ആ സമ്പന്നമായ ചോക്ലേറ്റ് ഫ്ലേവറിനായി ഞാൻ 50% കൊക്കോ ഉപയോഗിക്കുന്നു. എല്ലാം കൂടിച്ചേരുന്നതുവരെ നന്നായി ഇളക്കുക. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ ന്യൂട്ടല്ല ചേർക്കുക. ഇതാണ് നമ്മുടെ ചോക്ലേറ്റുകൾക്ക് ഫെറേറ്റോ രുചിയുടെ സിഗ്നേച്ചർ നൽകുന്നത്. മിനുസമാർന്നതും ഏകീകൃതവുമായ മിശ്രിതം ലഭിക്കുന്നതുവരെ എല്ലാം നന്നായി ഇളക്കുക. രസകരമായ ഭാഗം ഇതാ വരുന്നു, ഷേപ്പിംഗ്. മിശ്രിതത്തിന്റെ ഒരു ഭാഗം എടുത്ത് നിങ്ങളുടെ കൈകൊണ്ട് ഒരു ചെറിയ ബോളിലേക്ക് ഉരുട്ടുക. എല്ലാ ബോളുകളും രൂപപ്പെടുന്നതുവരെ തുടരുക. അവ ഒരു പ്ലേറ്റിൽ വയ്ക്കുക. കോട്ടിംഗ് തയ്യാറാക്കുമ്പോൾ മാറ്റിവെക്കുക. ഇപ്പോൾ ചോക്ലേറ്റ് കോട്ടിംഗിനായി ഒരു പ്രത്യേക പാത്രത്തിൽ ഏകദേശം 200 ഗ്രാം മിൽക്ക് ചോക്ലേറ്റ് ചേർക്കുക. 30 സെക്കൻഡ് ഇടവേളകളിൽ മൈക്രോവേവ് ചെയ്യുക. ചോക്ലേറ്റ് പൂർണ്ണമായും ഉരുകി മിനുസമാർന്നതുവരെ ഇടയ്ക്ക് ഇളക്കുക. ഉരുക്കിയ ചോക്ലേറ്റിലേക്ക് 50 ഗ്രാം നിലക്കടല പൊടിച്ചത് ചേർത്ത് എല്ലാം നന്നായി ഇളക്കുക. ഇപ്പോൾ ഓരോ ഉരുളയും എടുത്ത് ചോക്ലേറ്റ് മിശ്രിതത്തിൽ മുക്കി അത് പൂർണ്ണമായും പൊതിഞ്ഞിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. പൂശിയ ചോക്ലേറ്റുകൾ കടലാസിൽ വയ്ക്കുക. ഇപ്പോൾ ചോക്ലേറ്റ് ശരിയായി സെറ്റാകാൻ ഏകദേശം 10 മിനിറ്റ് റെഫ്രിജറേറ്ററിൽ വയ്ക്കുക. ഇതാ നിങ്ങൾക്ക് അത് ലഭിച്ചു, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പെർഫെക്റ്റ് ഫെറേറ്റോ റോച്ചർ. ഇവ എത്ര അവിശ്വസനീയമായി മാറിയെന്ന് നോക്കൂ. ഞാൻ ഈ പാചകക്കുറിപ്പ് കണ്ടെത്തിയതിനു ശേഷം ഞാൻ ഒരിക്കലും സ്റ്റോറിൽ പൂർണ്ണ വില നൽകിയിട്ടില്ല. നിങ്ങൾ വാങ്ങുന്നതുപോലെ തന്നെ അവ രുചികരമാണ്, തമാശയല്ല. അവ അകത്ത് എത്ര രുചികരമാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന തരത്തിൽ ഞാൻ ഒന്ന് തുറക്കട്ടെ. ക്രഞ്ച് സൗണ്ട്, ഓ വൗ, ഇത് അതിശയകരമാണ്. ചോക്ലേറ്റ് കോട്ടിംഗ്, ക്രഞ്ചി എക്സ്റ്റീരിയർ, മിനുസമാർന്ന ഹാസൽനട്ട് സെന്റർ. ഫെറേറ്റോ റോച്ചറിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെല്ലാം, പക്ഷേ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് ഈ പാചകക്കുറിപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ അതിന് ഒരു തംസ് അപ്പ് നൽകി താഴെയുള്ള അഭിപ്രായങ്ങളിൽ എന്നെ അറിയിക്കുക. നിങ്ങൾ എപ്പോഴെങ്കിലും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ചോക്ലേറ്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ അനുഭവങ്ങൾ കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതുപോലുള്ള എളുപ്പവും രുചികരവുമായ പാചകക്കുറിപ്പുകൾക്കായി നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്നെ ഫോളോ ചെയ്യുക. കണ്ടതിന് നന്ദി. അടുത്തതിൽ കാണാം. ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.